പരിചയപ്പെടുത്തലുകൾ തീരെ ആവശ്യമില്ലാത്ത ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഥവാ NREGS. ഗ്രാമീണ കുടുംബങ്ങൾക്ക് കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ ഒരു വർഷം വാഗ്ദാനം ചെയ്യുന്ന ഒരു അവകാശമായി തന്നെ വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. ഈ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള ഒരുപാട് ഉപാധികൾ, നിയമങ്ങൾ ഈ പദ്ധതിക്കകത്തുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. എന്നാൽ ഈ അവകാശങ്ങളെക്കുറിച്ച് നമ്മുടെ ഗ്രാമീണ ജനങ്ങൾക്ക് എന്തുമാത്രം അവർ ബോധവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ ഒരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ഈ പദ്ധതിയുടെ കാർഷിക മേഖലയിലുള്ള വാഗ്ദാനങ്ങളെ സംബന്ധിച്ച്. ഇതേപ്പറ്റി നമ്മോട് ഇന്ന് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കേരള സംസ്ഥാന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരള സംസ്ഥാന മിഷൻ ഡയറക്ടറായ ഡോക്ടർ A. കൗശികൻ IAS ആണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ കൗശികൻ. നന്ദി. നമുക്ക് ഈ ഭാരതത്തിൽ ധാരാളം തൊഴിലുറപ്പ് പദ്ധതികൾ, തൊഴിൽ ദാന പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. SGSY പോലെയുള്ള, JRY പോലെയുള്ള ധാരാളം പദ്ധതികൾ. എങ്ങനെയാണ് NREGS ഈ പദ്ധതികളുമായി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ ഇത് ഒരു നിയമത്തിൻ്റെ ഒരു പിന്തുണയോട് കൂടി വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമപ്പുറത്തിൽ താമസിക്കുന്ന ഏതൊരു കുടുംബത്തിനും 100 ദിവസം അൺസ്കിൽഡ് മാനുവൽ വർക്ക് കിട്ടാനുള്ള ഒരു പദ്ധതിയാണ്. വൈദഗ്ധ്യം വേണ്ടാത്ത തൊഴിലുകൾ. അതെ, അൺസ്കിൽഡ് മാനുവൽ വർക്ക്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും മറ്റേതേക്കാളും വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളവർ ഇതിൽ ജോലി ആവശ്യപ്പെടുക, 15 ദിവസത്തിനുള്ളിൽ അവർക്ക് ജോലി നൽകിയിരിക്കണം. അതേപോലെ ഇവർ പണിയെടുത്തതിന് ശേഷം ഈ മസ്റ്റർ റോൾ എന്ന് പറയുന്ന ആ ഒരു അറ്റൻഡൻസ് ക്ലോസ് ചെയ്തതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ ഇവർക്ക് വേതനം കിട്ടിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ലീഗലായിട്ട് തന്നെ, നിയമപ്രകാരം തന്നെ ഇവർക്ക് ഇത്രയും അവകാശങ്ങളോട് കൂടി വരുന്നതാണ് ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി. അതിൽ തന്നെ വേറൊരു വിശേഷം എന്ന് പറയുന്നത്, ജോലി 15 ദിവസത്തിനുള്ളിൽ നൽകിയിട്ടില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം, അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് എന്ന് പറയുന്ന തൊഴിലില്ലായ്മ വേതനം കിട്ടാനുള്ള അർഹതയുണ്ട്. അതോടൊപ്പം 15 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ വേജസ്, അതായത് വേതനം കൂലി കിട്ടിയില്ലെങ്കിൽ അവിടെയും ഒരു കോമ്പൻസേഷൻ ഇവർക്ക് അർഹത ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു നിയമത്തിൻ്റെ ഒരു പിന്തുണയോട് കൂടി നടത്തപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ആ രീതിയിൽ ഇത് വളരെ ഒരു വിശേഷമുള്ള ഒരു വ്യത്യസ്ത പദ്ധതിയാണ്. ഇത് നമ്മുടെ ഇതിൻ്റെ ഈ പദ്ധതിയുടെ മുഖൗരിയിൽ തന്നെ, പ്രിയാമ്പിളിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ ഭൂമിശാസ്ത്രം മാറ്റുക എന്നുള്ളതാണ് പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർഷിക മേഖലയിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാതെ ഈ ദാരിദ്ര്യം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മാറുകയില്ല. ഈ പദ്ധതി കാർഷിക മേഖലയ്ക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഈ പദ്ധതിയിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് കൃഷിക്ക് വേണ്ട അതായത് അസറ്റ്സ് എന്തൊക്കെയാണോ, കൃഷി പ്രോത്സാഹിപ്പിക്കാൻ എന്തൊക്കെയാണോ അസറ്റ്സ് വേണ്ടത്, ഫിസിക്കൽ അസറ്റ്സ്, അതെല്ലാം കൂടി ഈ ഒരു പദ്ധതി മുഖാന്തരം നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ജലസേചന കുറേ പരിപാടികൾ എടുക്കാൻ പറ്റും, മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണ പ്രവൃത്തികൾ, പിന്നെ ഫാലോ ലാൻഡ്, അതായത് തരിശുഭൂമി, അത് നന്നാക്കി കൃഷിക്ക് അനുയോജ്യമാക്കുക, പിന്നെ ഒരു ജലസേചന കിണറാവാം. ഇങ്ങനെ പല, അതേപോലെ ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി അത് വ്യാപിപ്പിച്ചാൽ നമുക്ക് ഈ കന്നുകാലി വളർത്തൽ, ആട് വളർത്തൽ, കോഴി വളർത്തൽ, ഇത് എല്ലാത്തിനും ഇത് സഹായകരമായിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കാൻ ഈ പദ്ധതിയെ കൊണ്ട് കഴിയുന്നതാണ്. ഭൗതിക സാഹചര്യങ്ങൾ കൂടെ ഇതിൽ ഒരുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. പക്ഷേ ഇതിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കേണ്ടത്, ഇതിൽ നേരിട്ട് കൃഷി നടത്താൻ ഇപ്പോഴും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല. നേരിട്ട് കൃഷിക്ക് വേണ്ട നേരിട്ട് കൃഷി ഒരു ആളിതിന് ഈ പദ്ധതി മുഖാന്തരം കൃഷി കൊണ്ടു ചെല്ലാൻ പറ്റത്തില്ല. പക്ഷെ കൃഷിക്ക് വേണ്ട എല്ലാ
സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ഇതിനെ കൊണ്ട് പറ്റുന്നതാണ്. കൃഷി ചെയ്യുന്നതിനുള്ള കൂലി കൊടുക്കാൻ സാധിക്കില്ല, പക്ഷേ ഇതിന്റെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാം. ശരിക്കും ഇപ്പോ പുതിയ കേന്ദ്ര സർക്കാരുടെ നയപ്രകാരം ഒരു 60% എങ്കിലും 60%, അതായത് തൊഴിലുറപ്പ് പദ്ധതിயின் കീഴിൽ ഏറ്റെടുക്കപ്പെടുന്ന പ്രവൃത്തികളിൽ 60% എങ്കിലും കൃഷിക്ക് ഉപയുക്തമായിരിക്കണം. അങ്ങനെ ഒരു ഗൈഡ് ലൈനും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം നമ്മൾ 70% പ്രവൃത്തികൾ ഈ കൃഷിക്ക് അനുയോജ്യമായിട്ട് വരുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത് വരുന്നത്. ഈ നേരത്തെ പശു വളർത്തലിനെ പറ്റി പറഞ്ഞു. കന്നുകാലി വളർത്തലിന് ഈ സ്കീം പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് അങ്ങ് പറഞ്ഞു. എങ്ങനെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് അതിലുള്ളത്? അതായത് ഇപ്പോൾ കന്നുകാലികൾ വളർത്തൽ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഇവയ്ക്കുള്ള ഷെഡ് നിർമ്മിക്കൽ നമുക്കിതിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് തറ, പിന്നെ ഇതിലേക്കുള്ള യൂറിൻ ടാങ്ക്, പിന്നെ നമ്മളുടെ ഈ തൊഴുത്ത്, തീറ്റയിടുന്ന ഇത് തീറ്റയിടുന്ന പുൽത്തൊട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 35,000 രൂപ വരെ ഇതിനു വേണ്ടി ചെലവഴിക്കാമെന്ന് കേന്ദ്ര സർക്കാരുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെയുള്ള കൃഷിക്കാർക്ക് ഇത് വളരെ, പിന്നെ ഇങ്ങനെ ചീര കൃഷിക്കാർക്ക് ഇത് വളരെ പ്രയോജനമായിരിക്കും. പക്ഷെ അതിലുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്, അതിൽ ഇവരൊരു ജോബ് കാർഡ് ഹോൾഡർ ആയിരിക്കണം. ഇവർക്ക് വ്യക്തിഗത ആസ്തികൾ നിർമ്മിച്ച് ഈ പദ്ധതി വഴി വ്യക്തിഗത ആസ്തികൾ നിർമ്മിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ ഇവർക്ക് ജോബ് കാർഡ് ഉണ്ടായിരിക്കണം. ഇവരതിൽ തൊഴിൽ ചെയ്യാൻ, ഈ അൺസ്കിൽ മാനുവൽ വർക്ക് ചെയ്യാൻ അവർ താല്പര്യപ്പെടണം. പിന്നെ ഇവർ SC/ST വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ BPL അല്ലെങ്കിൽ ഒരു IAY ബെനിഫിഷ്യറിയോ ആയിരിക്കണം, അല്ലെങ്കിൽ സ്മാൾ ആൻഡ് മാർജിനൽ ഫാമറും ആയിരിക്കാം. നമുക്കൊരു കോള് വരുന്നുണ്ട്, കോളിന് ശേഷം നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഹലോ സംസാരിച്ചോളൂ. ഹലോ, പറയൂ, സംസാരിക്കൂ. സാറേ, എന്റെ പേര് മനു എന്നാണ്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പെരുമ്പാവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ, എനിക്ക് അറിയേണ്ട കാര്യങ്ങള് MGNRGS പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല ബുക്കുകളിലൊക്കെ പറയുന്നുണ്ട്, ഒറ്റത്തവണ ഇടപെടൽ എന്ന് പരാമർശിക്കുന്നുണ്ട്. ഒറ്റത്തവണ ഇടപെടൽ എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പ്രാവശ്യമാണോ, അതെയോ വർഷത്തിൽ ഒരിക്കലാണോ, അതെയോ 5 വർഷത്തിൽ ഒരിക്കലാണോ എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, SC/ST BPL IAY ഭവനങ്ങളില്, അങ്ങനെയുള്ള കുടുംബങ്ങളില് എല്ലാ വർഷവും നമുക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇഞ്ചി, മഞ്ഞൾ അവരതിന് വാരം മാടുക, തെങ്ങിന്റെ ചോട് കിളച്ചു കൊടുക്കുക, വാഴയ്ക്ക് കുഴി എടുത്തു കൊടുക്കുക, അങ്ങനെയുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് ചെയ്യാമോ എന്നുള്ളതാണ് 2 ചോദ്യം. അപ്പോൾ താങ്കൾ ചോദിച്ചതിൽ നിന്ന് നമ്മൾ ആദ്യം താങ്കളുടെ ചോദ്യത്തിലേക്കുള്ള മറുപടി, അതായത് 5 വർഷമാണോ 1 വർഷമാണോ, ഇല്ലെങ്കിൽ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഇങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി വഴി നമുക്ക് ചെയ്യാമോ എന്നാണ് ചോദ്യം. ഒറ്റത്തവണ ഇടപെടൽ എന്താണെന്നാണ്. ഒറ്റത്തവണ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അതായത് തരിശിട്ട ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കാൻ നമുക്ക് ഈ പദ്ധതി വഴി ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എല്ലാ വർഷവും ചെയ്യാൻ കഴിയുകയില്ല. 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണോ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാൻ പറ്റത്തില്ല. അതായത് ഫാലോ ലാൻഡ്, അതായത് തരിശിട്ട ഭൂമിയെ 2 തരത്തിൽ തിരിക്കാം. കറന്റ് ഫാലോ, പിന്നെ ഫാലോ ലാൻഡ്. അതായത് കറന്റ് ഫാലോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു 3 വർഷമെങ്കിലും ഇത് കൃഷി നടത്താതെ ഇട്ടിരുന്ന ഭൂമി നമുക്ക് തരിശു ഭൂമിയായിട്ട് കണക്കാക്കി അങ്ങനെ ഉള്ള ഭൂമിയിൽ നമുക്ക് ഈ പദ്ധതിയെ കൊണ്ട് ഇടപെടൽ നടത്താം. അതേപോലെ താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ SC/ST IAY BPL കുടുംബങ്ങളിൽ ഇവരുടെ പുറയിടത്ത് നമ്മൾ എല്ലാ വർഷവും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവിടെയും ഇതേ റെസ്ട്രിക്ഷൻസ് ആണ് അവിടെയും നിലനിൽക്കുക. ഇത് എല്ലാ വർഷവും നമുക്ക് ആവർത്തിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇതിന്റെ സൗകര്യം എല്ലാവർക്കും കിട്ടണം. പക്ഷേ താങ്കൾ പറഞ്ഞ ഇതിൽ ഒരു കാര്യമുണ്ട്, അതായത് SC/ST BPL IAY പിന്നെ നാമമാത്ര ചെറുകിട കർഷകർ, ഇങ്ങനെ ഒരു അതായത് പുതിയ ഷെഡ്യൂൾ 1, 3,
ജനുവരി 3-ന് ഈ വർഷം ജനുവരി 3-ന് ഒരു പുതിയ ഷെഡ്യൂൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ അതിന് പ്രകാരം ഒരു പാരാ 5 അതില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള വ്യക്തിഗത ഇടപെടലുകൾ ആസ്തിക്ക് വേണ്ടി വ്യക്തിഗത ഒരു ഇടപെടൽ നടത്തുമ്പോൾ ഒരു ഇൻഡിവിജ്വലുടെ പുരയിടത്തിൽ കയറി ഇങ്ങനെ പണി നമുക്ക് ഏറ്റെടുക്കുമ്പോൾ ഈ പദ്ധതി മുഖാന്തരം നമുക്ക് ഇങ്ങനെ ഒരു SC ST ഇത്ര ഈ കാറ്റഗറി ഈ പ്രയോറിറ്റി പ്രകാരം വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ട് ഇവർക്കൊരു മുൻഗണന ഉണ്ട്, പ്രയോറിറ്റി ഉണ്ട്. ഇവരുടെ ഭൂമിയിൽ ആദ്യം ചെയ്തിട്ട് വേണം. ഇൻഫാക്ട് ഇതിൽ പറയുന്നത് ഇവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് സാച്ചുറേറ്റിംഗ് ഓൾ ദെയർ നീഡ്സ് അത് ചെയ്തിട്ട് വേണം മറ്റുള്ള വിഭാഗങ്ങളെ. ഒരു സംശയം കൂടി ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കൂവപ്പടി പഞ്ചായത്തില് അങ്ങനെ നോക്കുമ്പോൾ നമ്മള് കഴിഞ്ഞ 2-3 വർഷം ലാസ്റ്റ് 3 years 3 കോടി രൂപയോളം ചെലവഴിച്ച് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പഞ്ചായത്താണ് കൂവപ്പടി. അത് കണക്ക് കൂട്ടുമ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് ഈ മേഖലയിൽ കാർഷിക മേഖലയിൽ ഇടപെടാനായിട്ട് സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെ സാധാരണ കർഷകർക്ക് 100 തൊഴിൽ ദിനം കൊടുക്കാൻ സാധിക്കും? അതായത് ഇപ്പോ ഒരു ആൾ വ്യക്തിഗത ഒരു പുരയിടത്തിൽ മാത്രമല്ല പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ കഴിയുക. പൊതുസ്ഥലത്ത് ഏറ്റെടുക്കാം, പിന്നെ പൊതു കോമൺസ് എന്ന് പറയും, അതേ പൊതുഭൂമിയിൽ കുറെ പ്രവൃത്തികൾ ഏറ്റെടുക്കാം. അതോടൊപ്പം ഇപ്പോ കേന്ദ്ര സർക്കാരുടെ നിയമപ്രകാരം IAY വീട് അതിലുള്ള ഈ അൺസ്കിൽഡ് ലേബർ കോമ്പണന്റ് അത് നമുക്ക് 95 ദിവസം വരെ 95 days ഒരു വീട് കൺസ്ട്രക്ഷനിൽ ആവശ്യം വരുന്ന അൺസ്കിൽഡ് മാനുവൽ വർക്ക് നമുക്ക് ഈ പദ്ധതിയെ കൊണ്ട് ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആട്ടിൻകൂട്, പോൾട്രി ഷെൽട്ടർ, ഗോട്ട് ഷെൽട്ടർ ഇങ്ങനെയുള്ള ഇതും കൂടി നമുക്ക് ഇതുവഴി നിർമ്മിച്ചു കൊടുക്കാം. ഇപ്പോൾ ജലസേചന പ്രവർത്തനങ്ങൾ, മൈനർ ഇറിഗേഷൻ, മൈക്രോ ഇറിഗേഷൻ വർക്ക്സ്, വാട്ടർഷെഡ് ഡെവലപ്മെന്റ് വർക്ക്സ്, ഇങ്ങനെ കുറേ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ പറ്റും. സാധ്യതകൾ ഇത്രയും ഉണ്ട്. നമുക്ക് ഗോമൂത്ര സംഭരണി, ആട്ടിൻകൂട്, കാലിത്തൊഴുത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ ആദ്യം തന്നെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ MGNREGA പദ്ധതിയിൽ നിന്ന് നമുക്ക് കേന്ദ്രം ആദ്യം തന്നെ ഫണ്ട് അനുവദിച്ച് തരുന്നില്ല. അപ്പോൾ ഈ ഇനിഷ്യൽ എമൗണ്ട് ആദ്യം ആര് മുടക്കും? അതായത് ഇപ്പൊ നമുക്ക് കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി പണം തരുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് തരുന്ന പണം എന്ന് പറയുന്നത് ഒരു പെർസെന്റ്, അതായത് കോസ്റ്റ് പെർ പെർസെന്റ് എന്ന് പറയും. അതായത് ഒരു അൺസ്കിൽഡ് മാനുവൽ വർക്ക് ഒരു ദിവസം ഈ പദ്ധതി വഴി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ 304 രൂപ 304 rupees പെർ പെർസെന്റ് ഇതിലെ കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാണ്. അപ്പോൾ മെറ്റീരിയൽ കോമ്പണന്റ് എടുക്കാൻ നമുക്ക് കേന്ദ്ര സർക്കാരുടെ വിഹിതം കിട്ടുന്നില്ല എന്ന് പറയാൻ നമുക്ക് ഒക്കത്തില്ല. അഡ്വാൻസ് ചെയ്ത് കിട്ടിയാലാണോ നമുക്ക് മെറ്റീരിയൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ? ഇല്ല, അഡ്വാൻസ് ചെയ്ത് ഇത് ചെയ്യുന്നത് ഒരു വ്യക്തിയല്ല, ഇത് ഒരു സ്കീം ഗ്രാമപഞ്ചായത്ത് വഴി നടപ്പിലാക്കുമ്പോൾ അതിലേക്ക് എങ്ങനെ മെറ്റീരിയൽസ് നമ്മൾ മേടിക്കണമെന്ന് പറഞ്ഞാൽ അതിക്ക് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് പ്രകാരം നമുക്ക് മേടിക്കാൻ കഴിയും. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതിപ്പോ ചെയ്തു വരുന്നതാണ്. ഇത് ഇനി കൂടുതൽ ഈ ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ അവസാനം പറയും, നേരിട്ട് വിളിച്ച് ചോദിക്കണം. നമുക്ക് ഇനിയും ഒട്ടനവധി ആൾക്കാർ ഫോൺ ലൈനിലുണ്ട്, അതുകൊണ്ട് വിളിച്ചതിന് നന്ദി. അപ്പോൾ ധാരാളം ഒരു ജനപ്രിയ പദ്ധതിയായിട്ട് ഇത് മുന്നോട്ട് പോകുകയാണെന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് വരുന്ന ഈ കോളുകളുടെ എണ്ണം. ധാരാളം പേര് ഈ രംഗത്തേക്ക് ഇറങ്ങുകയും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയുമാണ്. പക്ഷേ ഈ 1-2 സ്കീമുകൾ, അതായത് സെറികൾച്ചർ, റബ്ബർ, ഹോർട്ടിക്കൾച്ചർ, ഈ പ്രോജക്റ്റുകൾക്ക് വേണ്ടി കുറച്ചുകൂടെ സമഗ്രമായ രീതിയിൽ, ഇപ്പോൾ ഈ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒക്കെ ഉത്തരം കൊടുക്കുന്ന രീതിയിൽ ആ പ്രോഗ്രാമുകൾ വളരെ സമഗ്രമായിട്ടുള്ള പദ്ധതികൾ അതിന് കീഴിലുണ്ട്. അതേപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എന്തൊക്കെയാണ്, എങ്ങനെയുള്ള കോമ്പണൻസ് ആണ് ആ സ്കീമുകളിലുള്ളത്? അതായത് ആദ്യം ഇപ്പോൾ സെറികൾച്ചർ, അതായത് ഈ പട്ടുനൂൽ കൃഷി. അപ്പോൾ അതിൽ നമുക്ക് ഈ മൽബറി ഇല്ലാതെ ഇന്ന് നമുക്ക് പട്ടുനൂൽ കൃഷി എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ ഈ പട്ടുനൂൽ കൃഷിക്ക് വേണ്ട മൽബറി കൾട്ടിവേഷൻ അത് പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രവൃത്തിയാണ്, അത് ഇതിൽ നമുക്ക്
ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നഴ്സറി മുതൽ ഇതിൻ്റെ പ്ലാന്റേഷൻ്റെ മൊത്തം എസ്റ്റാബ്ലിഷ്മെൻറ്റും പിന്നെ അതിൻ്റെ മെയിൻ്റനൻസും കൂടി 3 വർഷം വരെ നമുക്ക് ഈ പദ്ധതിയെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മൾബറി പ്ലാന്റേഷൻ നമുക്ക് ഈ പട്ടുനൂൽ കൃഷിക്ക് വേണ്ട മൾബറി പ്ലാന്റേഷൻ നമുക്ക് ഈ പദ്ധതി വഴി ചെയ്യാൻ കഴിയും. പിന്നെ അടുത്തത് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയും. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പഴവർഗ്ഗങ്ങൾ ഇതിലേക്കുള്ള അതേപോലെ പ്ലാന്റേഷൻ ഡെവലപ്മെൻറ്റ് ഈ നഴ്സറി മുതൽ ഇത് 3 years വരെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ഈ തൊഴിലുറപ്പ് പദ്ധതി വഴി കിട്ടുന്നു. ഉപാധികൾക്ക് വിധേയമായിട്ടാണ്. അതെ, അത് കിട്ടും. പിന്നെ ഇപ്പോൾ ഈ ഈവൻ തെങ്ങും കൂടി ഇപ്പോൾ നമുക്ക് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് വഴി നമുക്ക് ഏകദേശം 90 ലക്ഷത്തിലും അധികം നമുക്ക് എരിഫോയിഡ് മൈറ്റ്, നമുക്ക് നേരത്തെ ഒരു മൈറ്റിയുടെ ഒരു രോഗം വന്ന് നമുക്ക് കുറേ തെങ്ങ് നമുക്ക് നഷ്ടം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുഴുവനായിട്ട് മാറ്റി മണ്ടരി രോഗത്തിന്റെ കാര്യമാണ്. അതെ അതെ, അത് നമുക്ക് ഈ നട്ട്സിൽ കണ്ടാൽ ഈ കോക്കനട്ടിൽ കണ്ടാൽ അതിൻ്റെ മുകളിൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാം. അപ്പം അങ്ങനെയുള്ള ഇത്രയും മരങ്ങളെ മാറ്റിയിട്ട് നമുക്ക് പുതിയ മരങ്ങൾ നടാനും പുതിയ പ്ലാന്റേഷൻസ് ചെയ്തു പോവാനും ഈ മരങ്ങൾ പിഴുത് മാറ്റിയിട്ട് പുതിയ നടുന്നതിനുള്ള അതെ 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 അതും അതിലേക്കുള്ള 3 year മെയിൻ്റനൻസും വരുന്നുണ്ട്. ഇത്രയും നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിനുള്ളിൽ ചെയ്യാം. ഇതൊരു പീസ് മീൽ ആക്ടിവിറ്റി ആയിട്ട് എടുക്കാൻ പാടില്ല. അവിടെ നിന്ന് ഞാൻ കുറച്ച് കള പറിച്ചു, ഞാൻ പിന്മാറി, ഈ സ്കീമെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു കോംപ്രിഹെൻസീവ് ഇന്റർവെൻഷൻ ആയിട്ട് സംയുക്തമായി, അതായത് ഒരു എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാക്കേജ് ആയിട്ട് നമുക്ക് MGNREGA ഏറ്റെടുക്കാം. അതല്ലാതെ ഒരു കളപറിക്കൽ മാത്രമായിട്ട് ഞാൻ തെങ്ങിന് എനിക്ക് ഒരു 10-20 തെങ്ങുണ്ട്, ഇതിലേക്ക് വേണ്ട കളപറിക്കൽ എനിക്ക് ഈ സ്കീം വഴി ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കില്ല. ഇതൊരു കോംപ്രിഹെൻസീവ് ഇന്റർവെൻഷനായിട്ട് ഒരു പ്ലാന്റേഷനിൽ വേണ്ട പ്രവൃത്തികൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. റബ്ബറിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? റബ്ബറുടെ കാര്യത്തിലും ഇപ്പോൾ റബ്ബറുടെ നഴ്സറി മുതൽ ഇപ്പോൾ റബ്ബർ ബോർഡ് തന്നെ അവരുടെ റബ്ബർ പ്രൊഡ്യൂസർ സൊസൈറ്റീസ് ഇങ്ങനെയൊക്കെ ഒരു സെറ്റ് ഓഫ് ഫാർമേഴ്സ്, ഇവരെ കൃഷിക്കാരെ സംഘങ്ങൾ ഉണ്ടാക്കി അവർക്ക് വേണ്ട പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. 7 years വരെ, 7 വർഷം വരെ അവർ ഹാൻഡ് ഓൾ ചെയ്യാൻ തയ്യാറാണ്. അതായത് നഴ്സറി നിർമ്മിക്കലിരുന്ന് അത് പ്ലാന്റേഷൻ നടത്തി ഈ 4 വർഷം വരെ ഇത് ഇടകൃഷി ചെയ്യാൻ സാധിക്കും. 7ാമത്തെ വർഷത്തിൽ ഇതിൻ്റെ റബ്ബർ എടുക്കാനുള്ള ആ ഒരു ലെവൽ വരെ ഇത് എത്തിക്കാൻ കഴിയും. അപ്പോൾ ഈ 7 വർഷം വരെ എത്തിക്കാനുള്ള സംവിധാനം ഈ റബ്ബർ ബോർഡ് അവരുടെ സ്കീംസ് വഴി ചെയ്യാൻ തയ്യാറാണ്. ഒരു കൺവേർജൻസ് പോലെയാണ്. അതിൽ നമുക്ക് 3 വർഷം വരെ അവരുടെ കോമ്പണൻസ് അല്ലാതെ ഈ MGNREGA വഴി നമുക്ക് 3 വർഷം വരെ ഈ തൈകളെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നഴ്സറി മുതൽ പ്ലാന്റേഷനിൽ നിന്ന്, അപ്പോൾ ഇത് ഒരു കോംപ്രിഹെൻസീവ് ഇന്റർവെൻഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ അവിടെ വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഒരു പ്രവൃത്തി മാത്രം ഇതിൽ ഞാനിപ്പോൾ കുറച്ച് അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കളപ്പരിക്കൽ ഇങ്ങനെയുള്ള ചെറിയ അല്ലെങ്കിൽ ഞാൻ ഇടകൃഷി മാത്രം ഞാൻ ചെയ്യുന്നു, അങ്ങനെ ഒരു പ്രവൃത്തി ഇതിൽ പറ്റില്ല. അപ്പോൾ ഇതൊരു കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു ഇന്റർവെൻഷൻ നമുക്ക് ഇത് കൊണ്ട് സ്കീമെ കൊണ്ട് സാധിക്കും. നമുക്കൊരു കോൾ ഇവിടെ വരുന്നുണ്ട്. ഹലോ ഹലോ നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ഞാനിവിടെ കോടനാട് സ്ഥലത്ത് നിന്നാണ്. കോടനാട് റോയിലാണ്. ഡോക്ടർ കൗശികൻ സാർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാം. ചോദിച്ചോളൂ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ദേശീയ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നടക്കുന്ന തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾ, അതിന് കൊടുക്കുന്ന വേതനം, ഇന്നത്തെ സേവന വേതന വ്യവസ്ഥ പര്യാപ്തമാണോ? സാധാരണ തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വേതനം പര്യാപ്തമാണോ? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന തൊഴിലുറപ്പ് കൊണ്ട് ഗ്രാമീണർക്ക് എത്രമാത്രം പ്രയോജനമുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കൃഷിദർശന്റെ അതിന്റെ അഭിപ്രായം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ഈ ഇപ്പൊ കൊടുക്കുന്ന വേജസ്, കൂലി പര്യാപ്തമാണോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇത് കുറവല്ലേ എന്നുള്ളതാണ് ചോദ്യത്തിന്റെ ഒരു ധ്വനി, അങ്ങനെ തന്നെയല്ലേ? അതെ, കുറവല്ലേ എന്നുള്ള ചോദ്യം മാത്രമല്ല, അതുകൊണ്ട് എത്രമാത്രം പ്രയോജനമുണ്ട് ഗ്രാമീണ മേഖലയിൽ ആ തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ സേവനം എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. കാരണം ഇത് തൊഴിലുറപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു വർക്കായി മാത്രം നടക്കുകയാണത്. ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം ആൻസർ പറയും, ഉത്തരം പറയും. അപ്പോ
അത് ഇപ്പോൾ നമ്മൾ നൽകി വരുന്ന വേതനം എന്ന് പറയുന്നത് 212 രൂപ, 212 റുപ്പീസ് 212 ഒരു ദിവസത്തിന്. അൺസ്കിൽ മാനുവൽ വർക്കിന് വേണ്ട അൺസ്കിൽ വേജസ് ആണ് 212 രൂപ. അപ്പോൾ ഇവിടെ ഉള്ള വേജ് റേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ 500 രൂപയും 550 രൂപയും 600 രൂപയും വെച്ചിട്ടാണ് ഇവിടെ ഒരു അൺസ്കിൽ നടപ്പ്. അതിൽ ഈ 212 രൂപ വെച്ചിട്ട് എത്രത്തോളം നമുക്ക് ഉപയോഗമാവും? ഇതിൽ അതായത് ഈ ഒരു പദ്ധതി തന്നെ 100 ദിവസം തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ അതായത് മറ്റു ജോലികൾ കിട്ടാത്ത സമയത്ത് ആവശ്യമുള്ളവർക്ക് ഇതിൽ കൂടാനാണ്. അപ്പോൾ ഇതിൽ നിരന്തരം ഈ തൊഴിൽ ഇത് ഒരു പദ്ധതിയെ നമ്മൾ പിന്നെ പദ്ധതി ഉണ്ട്, അതുകൊണ്ട് പദ്ധതിയെ മാത്രമായിട്ട് ആശ്രയിച്ചു പോകാൻ കഴിയില്ല. അപ്പോൾ ഈ പദ്ധതി ജോബ് ഗ്യാരണ്ടി സ്കീം വന്നതിൻ്റെ ഉദ്ദേശം തന്നെ തൊഴിലില്ലായ്മ ഒരുപാട് ഉണ്ട്. ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരു മാർഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമവും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മറ്റ് ഇതിനേക്കാളും ഉപരിയായിട്ട് കൂലി കിട്ടുന്ന ജോലികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേണം ജനങ്ങൾ ആശ്രയിക്കാൻ. അത് കിട്ടാത്ത സമയത്ത് ഉള്ള ഒരു മാർഗമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. ഇതൊരു SOS പോലെയാണ്. അതെ. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ നമുക്ക് നടത്താൻ കഴിയില്ല. പിന്നെ കൂടാതെ ഈ സദേൺ സ്റ്റേറ്റ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേജസ് ഉള്ളത് നമുക്ക് ഏകദേശം ഇവിടെ തന്നെ. അതെ. നമുക്ക് 150 രൂപ, പിന്നെ പകുതി, പിന്നെ 180 രൂപ, പിന്നെ ഇപ്പോൾ 212 റുപ്പീസായി. അപ്പോൾ ഇങ്ങനെ കാലാകാലം അനുസരിച്ച് കുറച്ച് വർധനം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു വേജ് തന്നെയായിരിക്കും ഇന്ത്യയിൽ കൊടുക്കുന്നത്. അതെ. ഇനി ഒരു കോൾ കൂടെ ഉണ്ട്. ഹലോ. കോൾ വന്നിട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ റബ്ബറിനെ പറ്റിയും ഹോർട്ടിക്കൾച്ചറിനെ പറ്റിയും ഒക്കെയാണ്. ആ സ്കീമുകൾ വളരെ സമഗ്രമായ സ്കീമുകളാണ്. ഈ പറയുന്ന പോലെ അതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു സൈക്കിൾ പൂർത്തിയാക്കുന്നതിനുള്ള എല്ലാ കോമ്പണൻസും ഘടകങ്ങളും അതിലുണ്ട്. പക്ഷേ നമ്മുടെ കാർഷിക രംഗത്തെ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, നെൽകൃഷിക്ക് അല്ലെങ്കിൽ പിന്നെ വാഴക്കൃഷി, അതുപോലെ നമ്മൾ ആവശ്യത്തിന് ആശ്രയിക്കുന്ന കൃഷികൾ, അവയ്ക്ക് കൂടെ ഇങ്ങനെ സമഗ്രമായ പദ്ധതികൾ വന്നുകൂടെ? അതിനെപ്പറ്റി ആലോചിക്കുന്നില്ലേ? അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നേരിട്ട് നമുക്ക് ഈ കൃഷിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഈ പദ്ധതിയെ കൊണ്ട് കൃഷിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതായത് കേന്ദ്ര നിയമപ്രകാരം നമുക്കത് പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ അത് വളരെ ഈ ജില്ലയിൽ വളരെ ഇതായിട്ട് നല്ലവണ്ണം പോകുന്നുണ്ട്. അതായത് ലേബർ ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഈ തൊഴിൽ ചെയ്യുന്ന ആ ഒരു പ്രദേശത്തുള്ള തൊഴിൽ സേനകളാണ് ഇവരൊരു ലേബർ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ലേബർ ഗ്രൂപ്പ് ഈ ഒരു സംഘടന പിന്നെ ഇവർക്കൊരു കൂട്ടായ്മ പോലെ ഉണ്ട് ഇപ്പം തന്നെ. അവർ തമ്മിൽ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ അവർ പ്രവർത്തിക്കാൻ അവർക്ക് വേണ്ട ഒരു കൊഹീഷൻ ഉണ്ട് അതിൽ. അപ്പോൾ ഇവർക്ക് ഭൂമി പാട്ടത്തിനെടുത്ത് അതിലോട്ട് കൃഷി ചെയ്യാം. പക്ഷെ അത് പദ്ധതിയുടെ പുറമെ, പദ്ധതിയിൽ വേണമെങ്കിൽ അവർ തരിശിട്ട ഭൂമിയെ പാട്ടത്തിനെടുക്കുക, അത് ഈ പദ്ധതിയെ കൊണ്ട് നന്നാക്കി എടുക്കുക. അത് ജലസേചനത്തിന് വേണ്ട ഈ കിണർ കുഴിക്കാം, അതിൻ്റെ ബണ്ട് കയ്യാല നിർമ്മിക്കൽ, പിന്നെ അതിൻ്റെ നിലമുറുക്കൽ, ആദ്യം ഒരു ഘട്ടം നിലമുറുക്കൽ, അതായത് ഈ തരിശു ഭൂമിയെ കൃഷിക്ക് അനുയോജ്യമാക്കുക, അതിലേക്ക് വേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്യുക, അത് പദ്ധതിയിൽ ചെയ്യുക. നമുക്ക് ഒരു കോൾ വെയിറ്റിംഗ്, നേരത്തെ പ്രതീക്ഷിച്ച കോൾ വന്നിരിക്കുകയാണ്. നമസ്കാരം. ഹലോ. പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് ബിനു. പറഞ്ഞോളൂ സാറേ. ഇപ്പൊ കുറച്ചും ഏലകൃഷിക്ക് റബ്ബർ കൃഷി ഒരു പാക്കേജ് ആയിട്ട് എടുത്തു ചെയ്യാന്ന് സാർ പറഞ്ഞായിരുന്നേ. അതേപോലെ തന്നെ നമുക്ക് ഏലം ഒരു പാക്കേജ് ആയിട്ട് ചെയ്യത്തില്ല സാറേ? ഏലകൃഷിക്ക് തടമെടുക്കുക, അത് കുഴിയെടുത്തു കൊടുക്കുക, ഇതൊക്കെ നമുക്ക് തൊഴിലുറപ്പ് ഉൾപ്പെടുത്തി ചെയ്യാൻ സാധിക്കില്ലേ? കാർഡമം അതുപോലെ സാർ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാർഡമത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതില്
ഇപ്പോൾ ഇദ്ദേഹം ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു. അതായത് പ്ലാന്റേഷൻ്റെ കീഴിൽ വരുന്ന ഏതൊരു ഇങ്ങനെയുള്ള കാർഡമം, അതെ, ഏലം. അപ്പോൾ ഏലത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പ്ലാന്റേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പൊ താങ്കളുടെ ഭൂമിയിൽ വേണം ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ BPL IAY ബെനിഫിഷ്യറി അല്ലെങ്കിൽ ചെറുകിട നാമമാത്ര കർഷകർ. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. താങ്കളുടെ ഇതില് ജോബ് കാർഡ് ഇപ്പോൾ ഈ പദ്ധതിയിൽ താങ്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. താങ്കൾ ഇതിൽ ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കണം, ജോലി ചെയ്യണം. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് അതിൽ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. പക്ഷേ ആവർത്തന സ്വഭാവമുള്ള ഒരു പ്രവൃത്തി ഏറ്റെടുക്കാൻ പറ്റില്ല. അതായത് ഞാൻ ഏലം പറിക്കുന്നു, അപ്പൊ അതിലേക്ക് വേണ്ടി ഞാൻ ഈ പദ്ധതിയിൽ കുറച്ച് ആൾക്കാരെ വിളിച്ച് ഞാൻ ഈ ഏലം പരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അത് ഹാർവെസ്റ്റിംഗ് അത് ചെയ്യാൻ ഒക്കത്തില്ല. അതായത് നിങ്ങൾക്ക് വേണ്ട ഈ അസറ്റ്സ്, നിങ്ങളോട് പ്ലാന്റേഷനിലേക്ക് വേണ്ട അസറ്റ്സ്, ഈവൻ അവിടെ നിങ്ങൾക്ക് ജലസേചനത്തിന് വേണ്ടി ഒരു സൗകര്യം ചെയ്തോളൂ, കുഴപ്പമില്ല, അതെല്ലാം ചെയ്യാം. പക്ഷെ ആവർത്തന സ്വഭാവമുള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ പാടില്ല എന്ന് മാത്രമാണ് നിയമത്തിന്റെ ഒരു റെസ്ട്രിക്ഷൻ. നമ്മുടെ സമയം ഈ പരിപാടിയുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഡോക്ടർ കൗശികന്റെ ടെലിഫോൺ നമ്പർ ഈ സ്ക്രോൾ ചെയ്യുന്നതായിരിക്കും, അത് നോട്ട് ചെയ്യുക, അദ്ദേഹത്തെ വിളിക്കാം. നമ്മുടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വളരെ നാഷണൽ ലെവലിൽ ചലനങ്ങൾ ഉണ്ടാക്കിയ, വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. കേരളത്തിൽ ഈ പദ്ധതി വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാണ് കേരളം ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് നമ്മോട് വളരെ വിശദമായി സംസാരിക്കുകയും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുകയും ചെയ്ത അദ്ദേഹത്തോട് നന്ദി പറയാം. അദ്ദേഹത്തിൻ്റെ വിലാസം ഡോക്ടർ എ കൗശികൻ IAS, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MGNREGAS, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, പനവിള ജംഗ്ഷൻ, തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പർ 0471 നന്ദി സാർ. പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. Well done.